ആർസി അറിയാതെ അവന്റെ പണ്ടത്തെ ഒരു കഥ നമ്മള് വെളിപ്പെടുത്തി. തോണിന്റെ ബാക്കിൽ കണക്ക് പേടിണ്ടോ? നീച്ചക്കേണ്ടി വരും. പേടില്ല. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് കോഴിക്കോടേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനും ടീമൊക്കെ കോഴിക്കോട് ഉണ്ട്. ഓനെ നാളെ ഹോസ്പിറ്റലിൽ കാണിക്കാനും വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഓൻ്റെ മേത്ത് ഏതൊരു വൈദ്യുതി എന്തോ ആട്ടം കാര്യങ്ങളൊക്കെ തേച്ചുകൊണ്ട് ആകെ പുടുത്തം മുട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അലർജിയും കാര്യങ്ങളൊക്കെ പൊന്തിയിട്ട് അപ്പോൾ ഈ നാളെ റിയൽ ആയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഓൻ ഓൾറെഡി കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നമ്മൾ കോഴിക്കോടേക്ക് പോകാനും വേണ്ടി എടുക്കണം. അപ്പോഴാണ് നിലമ്പൂർ പാട്ടിൻ്റെ ഈ ഒരു സ്റ്റോപ്പിൽ നമ്മളിവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് നിലമ്പൂർ പാട്ടിൻ്റെ പാർട്ട് 2 ഞാൻ കാണിച്ചു തരുന്നൊരു വാക്ക് എന്തുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനും അർഷിയും ജിംഷാദാണ് ഇവിടെ വീഡിയോ എടുക്കണേ. ജിംഷാദ് എന്തോ ആരേറ്റോ കച്ചറയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് കാണിച്ചു തരാൻ പോണത് അന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് തോണി കയറിയത് മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ മരണക്കിണർ കയറുന്നുണ്ട്, തോണിയിൽ പിന്നെയും കയറുന്നുണ്ട്, നമ്മൾ ഏന്തൂഞ്ഞല്ലും കയറുന്നുണ്ട്. തോണിന്റെ ബാക്കിൽ കണക്ക് പേടിണ്ടോ? നീച്ചക്കേണ്ടി വരും. ഒരു പേടിയില്ല? ഉറപ്പാണോ? ഷുവർ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് നമ്മളെ ഏന്ത്രൂഞ്ഞാല, നമ്മളെ മരണക്കിണർ, നമ്മളെ എന്താണ് തോണിട്ടോ. അത് മൂന്നും കയറിയിട്ട് നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവിടെ തങ്ങനെ ജിലേബിയൊക്കെ ഫ്രഷ് ഉണ്ടാക്കുന്നുണ്ടോ. കാക്ക ജിലേബി എത്ര കിലോന്? 140. കർമുറാണ് അർച്ച. അർച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഏത് ജിലേബി പീടികനെ മുന്നിൽ എത്തി കഴിഞ്ഞാലും ഇത് കർമുറാന്ന് നാവുന്നൊരു വെള്ളം ഇറക്കട്ടോ. അത് നടക്കിക്ക നമുക്ക് പോവാ. എട്ടുകാലടിച്ചല്ല, ഡ്രസ് കിട്ടിയ അലർജിയാണ്. വൈദ്യുതി പോയിട്ട് പിന്നെയും പോളി. അർച്ച എന്താണ് അനക്കൊന്ന് വേണ്ടിയത്? മരണക്കിണറിൽ നമുക്ക് ആദ്യം കയറട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വേഗം പൂട്ടും. അത് ആദ്യം പൂട്ടും. എത്ര ബൈക്ക് ഉണ്ടാവും? ഞങ്ങള് ഇന്നലെ കയറി. ഞങ്ങൾ എന്നും ഇവിടെ ഉണ്ടാവും. പക്ഷെ ഇന്നലെ ഞാൻ വന്നില്ല, ഞങ്ങൾക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ജിംഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതില് കയറട്ടോ. അതിന്റെ ക്യൂ ഉണ്ട്. ക്യൂ അതപ്പോ എന്താ പരിപാടി അടക്കം നമുക്ക് ഫസ്റ്റ് ഒരു പായസം ബോളിയും കഴിച്ചു തുടങ്ങിയാലോ? പായസം ബോളിയും ബോളി അറിയില്ല? ബോളി അറിയില്ല? വാ അർച്ചയ്ക്ക് നമ്മള് പായസം ബോളിയും വാങ്ങി കൊടുക്കാൻ പോട്ടെ. പായസം പൂള പക്ഷെ പായസം ബോളിക്ക് എത്ര? 65. അതൊന്നും കാട്ടിക്ക. ഗൂഗിൾ പേ കൊടുക്കേണ്ടി വരും. അല്ല, എന്റെ ഫോണ് വ്ളോഗ് എടുത്തോണ്ട് 65 റുപ്യ. അർച്ച നേരെ പോയിക്കാണ് ഇൻസ്റ്റാഗ്രാം സ്കാൻ ചെയ്ത് കുക്കുത്താനൂർ. അതാണ് ബോളി. ഇല്ല, ഒമിറ്റ് ചെയ്തൊന്നുമില്ല. ഇത് പ്രാചീന കാലത്തുള്ള കേരളീയ ആൾക്കാർ കഴിച്ചിരുന്ന ഒരു അപ്പാണ്. ബോളി എന്ന പേരിൽ അറിയപ്പെടും. ആ ബോളിയിൽ നമ്മൾ പായസം മിക്സ് ചെയ്താണ്ട് ചുരുട്ടി കൂട്ടി അടിക്കുക. തിരുവനന്തപുരം സ്പെഷ്യലാണിത്. എന്തരപ്പി തിരുവനന്തപുരം സ്പെഷ്യലാ? ഓല് തിരുവനന്തപുരക്കാരൊന്നും അത് പറഞ്ഞപ്പോ നോക്കി അറിയാത്ത പോലെ നിൽക്കാം. മുളരി പായസം എനിക്ക് വേണ്ടേ? എന്നൊരു മുളരി എടുക്കും. ബോളിയിൽ മുളരി. കഴിഞ്ഞോ? വലിക്കാൻ ഉറപ്പില്ലട്ടോ ഇവിടെ എന്തായാലും. എന്നാ ബോളിക്ക് മാച്ചാണോ മതി? മുളരി ഇതാ ഇപ്പൊ കണ്ടോ. വിശ്വസിച്ചില്ലല്ലോ ആദ്യം. ആദ്യമായിട്ട് അയക്കണത്. അർച്ചേ ആ മോക്കാണ്, ആ എക്സ്പ്രഷനാണ് എനിക്ക് വേണ്ടത്. കൈക്ക് അങ്ങനെയല്ല, പായസം കുടിച്ചാനല്ല. ഇതിൽ മിക്സ് ചെയ്യും. ഇങ്ങനെ ഇതിലിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് പൊടിയും. എന്നിട്ട് ഇങ്ങനെ കോര്. അപ്പൊ അത് കയ്യിൽ ഇങ്ങനെ പോരും. പപ്പടം പായസം തിന്നണ പോലെ. പപ്പടം പായസം അല്ലത്.
എങ്ങനെയുണ്ട്? പിന്നെന്താ സംഭവിച്ച്? അറസിയാണെന്നുണ്ടെങ്കിൽ പെരിയിൽ മറ്റേ തേങ്ങാച്ചോറും ബീഫ് ഉണ്ടാക്കണ ഒന്നായിട്ട് എടുത്ത് അണ്ണാക്ക് കിട്ട്. സാധനങ്ങള് നമ്മള് എന്താ വെച്ചാല് നമ്മള് പപ്പടം പായസം ഒന്നുമില്ല, അതിന്റെ വേറൊരു ചെക്കന്മാര്. ഹായ്, നമ്മളെ ഒരു കൊച്ചുകൂട്ടം കൊച്ചു യുവാക്കൾ നമ്മുടെ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളെ പേരെന്താ? ഐസി. നിങ്ങളെ നാട്ടിലെവിടെ? ഞങ്ങളിവിടെ വടക്കേക്കൈ മൂത്തേടം. മൂത്തേടത്ത് നിന്നിട്ട് എങ്ങനെ വന്നു നിങ്ങള്? ഞങ്ങള് കാക്കാന്റെ ഒപ്പം. കാക്കവിടെ? മൂത്തേടക്കാരനാ? വടക്കേക്കൈ. നിങ്ങൾ എത്ര ക്ലാസ്സിലെല്ലാരും? ഞാൻ ഒന്നില്, രണ്ടില്. ഇനി പരീക്ഷ തരാൻ പോവല്ലേ? എന്തായി, പഠിച്ചിട്ടുണ്ടോ? ഉഷാറല്ലേ? നിങ്ങൾക്ക് പായസം വേണോ? സെറ്റാണോ? അപ്പൊ എന്നാ കാണട്ടോ. ഓക്കെ, ഇനി ജിംഷാക്ക് ടേസ്റ്റ് ചെയ്യാൻ പോകട്ടോ. ആ ഒരു ഫീലില് കഴിക്ക്. മറ്റേ ജിംഷാക്ക് മറ്റേ ടൈൽസ് മറ്റേ സിമെന്റ് തേമ്പണ ഇങ്ങനെ തേമ്പി അങ്ങനെ പറയും. ക്രിസ്പിയാണ്. കാരണം എന്താ പറയുക, ഇന്നലെ ഇത് നമുക്ക് ചൂടോടെ തന്നതാ. ഇന്നലെ ഉണ്ടാക്കി വെച്ചതാന്ന്, അതാണ് ക്രിസ്പി. ഇത് ഇന്നലെ ഉണ്ടാക്കിയാടാ. ലൈവ് ചൂടുന്നുണ്ട്. ഇതാടാ കല്ല്. ഹാപ്പി അല്ലേ? അടുത്ത് പോവാ നമുക്ക്. നേരെ ഞങ്ങട്ടാ നമുക്ക് ബജി നമ്പോ അല്ല അതില് കയറാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് റൈഡിൽ കയറുന്നതിലുപരി ഞങ്ങൾ തിന്നിങ്ങനെ നടക്കും, ആഞ്ഞ് തിന്ന് നടക്കും. അതാണ് ഇന്ത്യ ജിംഷാന്റെ പരിപാടി. ഇന്നലെ എന്തൊക്കെ തിന്ന്? ഇന്നലെ ആദ്യം മാങ്ങന്ന്, പിന്നെ ഒരു കുലുക്കി സർവത്ത് കുടിച്ച്, പിന്നെ മറ്റേ കമ്പ നിന്ന്, പിന്നെ കുറച്ച് കടലന്ന്, പായസം കുടിച്ച്, ഉപ്പിലിട്ട മാങ്ങി നിന്ന്, പിന്നെ കുറച്ച് വെള്ളം കുടിച്ച്. അത് ഇവിടെ ഉണ്ട്, എല്ലാം തിന്നു. എനിക്കെന്താ ആഗ്രഹം? അർസിന്റെ ആഗ്രഹം തന്നെ എനിക്ക് ഉപ്പിലിട്ട മാങ്ങ. പിന്നെ എറിഞ്ഞിട്ട് ഒരു ഇത് ഏതാ ബൂസ്റ്റ് കുപ്പി, എന്നിട്ട് നിജുവിന്റെ കുട്ടിയെ കാണാൻ പോകുമ്പോ നമുക്ക് കൊണ്ടു കൊടുക്കാം. ബൂസ്റ്റ് കുപ്പി അടിക്കോ? യെസ്, ഷുവർ. പോയി കാണാം. നമ്മൾ പണ്ട് കാര്യങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോ കിട്ടുന്ന സാധനങ്ങളായിരുന്നു. ഇപ്പത്തെ സ്കൂളിന്റെ ഫേവറേറ്റ് എന്തിനാ? ഈ സ്പൂൺ, ഇത് രണ്ടും ഇതാണ് വാങ്ങി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ തോല് കീച്ചിട്ട് നാവുമ്പോ വെച്ചു കൊടുത്താൽ മതി. എന്റെ ഫേവറേറ്റ് ഇതേനെ. അർഷി പണ്ട് അന്നും ഇന്നും സിഗരറ്റിന്റെ ഒരു ഫാനാണ്. തൊള്ളിൽ വെച്ചടക്കും വെറുതെ. ഇതും പിന്നെ കയ്യുമ്പോ കഴിച്ചേരും ഉണ്ടാവും. ഇതെന്താ വെച്ചാൽ സിഗരറ്റ് ആണ് വിചാരിച്ച് തെറ്റിയിരിക്കണം. അതിനുള്ളിൽ മുട്ടായാണ്. ഈ പേപ്പർ തിന്നാൻ പറ്റും നമുക്ക്? പേപ്പർ നല്ലല്ല പറ്റില്ലല്ലോ. ആ വേണമെങ്കിൽ അതൊന്നും തിന്നല്ലേ? താത്തൊക്കെ കൊണ്ടടിച്ചു പോയി. എടുക്കണ ചീക്കിടാ, ഹെവി സെറ്റപ്പാ നമുക്ക്. അർഷ എന്തൊക്കെ എടുക്കണേ? ഈ കൊട്ടയ്ക്ക് ഇടാൻ പറഞ്ഞു. പിന്നെ ഇതെന്ന് വെച്ചാല് ഇത് ആരെ ഫസ്റ്റ് തിന്ന് എടുക്കുക, ഓലാണ് പൈസ കൊടുക്കേണ്ടത്. അപ്പൊ ആരും തിന്ന് എടുക്കൂല. അങ്ങനെ കൊറേ കോമ്പറ്റീഷൻ. ഇതിന്റെ ചെറുതില്ലേനോ? ചെറുത് തീർക്കാത്തോലെ പൈസ കൊടുക്കുക. അങ്ങനെ എന്താണ് കാരണം ഇത് ഭയങ്കര ഹാർഡാണ്. ഇത് മറ്റേ മധുരത്തിന്റെ അല്ലേ? 20 രൂപ എടുക്കും. ഇന്നത്തെ ഖജാൻജി അർഷി കേട്ടോ. എല്ലായിടത്തും പേയ്മെന്റ് അർഷിനാണ് ഏൽപ്പിച്ചിരുന്നത്. അത് വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് പറഞ്ഞു. അർഷിന്റെ ബലാനോ, സുസുക്കി ബലാനോ ഇന്ന് അർഷി CNG ആക്കിയിരിക്കുകയാണ്. പെട്രോളിന്റെ ടാങ്ക് എടുത്ത് കളഞ്ഞാണ്ട് CNG ടാങ്ക് കയറ്റിടോ. നോർമലി കോഴിക്കോട് നിന്ന് അർഷി മറ്റേ നിലമ്പൂർക്ക് എത്താനും വേണ്ടിട്ട് ഏകദേശം 800 രൂപേന്റെ പെട്രോൾ വേണമെന്ന് പറയുന്നത്. ഇന്ന് 300 രൂപേന്റെ പെട്രോൾ ഉണ്ട്, 300 രൂപേന്റെ CNG ഗ്യാസും ഉണ്ട്. നമ്മൾ നിലമ്പൂരെത്തി. പക്ഷെ ഇഞ്ഞെന്താ വെച്ചാൽ ഇഞ്ഞിന്റെ വണ്ടി എങ്ങോട്ട് പോയാലുണ്ടാവുക. അത് മാത്രമല്ല, അർഷിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഡെയിലി ഒരു 3000-3500 രൂപ പൊട്ടിട്ട് എന്നാണ് അർഷിന്റെ പരാതി. കാരണം എന്താ വെച്ചാൽ 3000 രൂപ ഫുഡിനും ഒരു 800 രൂപ പെട്രോളിനും. അപ്പൊ ആ 800 ഒരു 500 കൂടി ഫുഡിന് കിട്ടിക്കഴിഞ്ഞാൽ അത് അൽഹംദുലില്ലാ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് അർഷി എന്ത് ചെയ്തത്? CNGക്ക് വേണ്ടിട്ട് ഗ്യാസിന്റെ കുറ്റി കയറ്റിയത് വണ്ടിയിൽ. അല്ലേ? 500 രൂപയ്ക്ക് ഒരു പീസും കൂടി കിട്ടും, ചിക്കൻ പീസ്. ചിക്കൻ പീസ് ബാസിൽ നാളെ തായ്ലൻഡ് പോവാണ്. വല്ലതും അറിഞ്ഞോ? നാളെ ബാസിൽ വിളിച്ചിട്ട് അവിടെ 2 ടിക്കറ്റ് ഉണ്ട്. അല്ലേ ഞങ്ങൾക്ക് രണ്ടാക്കും 2 പെട്ടിട്ടോ, ഒരു പെട്ടിട്ടോ. 20 ഒന്നും അല്ല, 20 അല്ലേ ടിക്കറ്റ് വരുന്നത്. 40 ഒന്ന് കെട്ടിട്ട് വിട്ടാലോ പറഞ്ഞേ.
ഞാൻ പറഞ്ഞു എന്തിനാ റിസ്ക് എടുക്കണേ, എനിക്ക് ഒന്നും വേറെ ഓക്കൊന്നും വേറെ കെട്ടിക്കൂടാണ്. ഓനാകെ ടെൻഷൻ. ഞാൻ സിഗ്മയാണ് പറഞ്ഞു എന്നോട്. എന്ത് സിഗ്മ എന്തിന് പെട്ടിക്ക് വരെ ഒന്ന് മതി, രണ്ടര വേണ്ട. അപ്പൊ ഇതാണ് പുളിമുട്ടായിട്ടോ ഗൈസ്. കഴിയും ട്രൈ ചെയ്യൂ. ഇത് പോരാട്ടോ. കൈ നോക്കുന്ന ആൾക്കാരുണ്ട് അവിടെ. ബീച്ച് പോണം. ആ ഏത് ബീച്ചിലോട്ടാ? അത് നോക്കിയത് വെറുതെ ഫേക്ക് ആയിട്ട് പറയണം, നല്ല കേട്ടിരിക്കാലോ. പിന്നെ കൈരേഖ നോക്കണത് റിയലാ? ആ അത് ഉസ്താമാരൊക്കെ കുറെ ഉസ്താമാരുണ്ട് കണക്കൊക്കെ ചെയ്തിട്ട്. ഓടാ നാളെ ഞാൻ പോയി എന്നെ ഡാർക്കാക്കി. എന്താ പറഞ്ഞേ? എന്നോട് എന്താ പറഞ്ഞേ? ഞാൻ പറയില്ല. അപ്പൊ ഗൈസ് നമുക്ക് റൈഡിലേക്ക് കയറുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ മാങ്ങ കഴിച്ചിട്ട് അത് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അതൊരു ഫുൾ മാങ്ങ അടിക്കണേ. ഇപ്പം വ്ളോഗറാണേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളെ കടനെ പറ്റി? അതെന്താ സൂപ്പറായിട്ട് മോളിലെ നിങ്ങളോട് ചോദിക്കണേ. പിന്നെ അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? നമ്മളെ ഉപ്പിലിട്ടൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. കുലുക്കി സർവത്തുകളൊക്കെ എങ്ങനെയുണ്ട്? കുലുക്കി ഞാൻ ട്രൈ ചെയ്ത് നോക്കില്ല. എന്നാ ഒന്ന് ട്രൈ നോക്കണം. ഇപ്പം ആണോ? അടിപൊളിയാണ്, അടിപൊളി സംഭവമാണ്. പച്ചമാങ്ങ കുലുക്കി വിത്ത് ചില്ലി. പച്ചമാങ്ങയാണ്. പിന്നെ ഹോർലിക്സ്, ബൂസ്റ്റ്, സ്ട്രോബെറി, പൈനാപ്പിൾ, ഫ്രഷ് ഫ്രൂട്ട് എല്ലാവിധ ജ്യൂസുകളും ഉണ്ട്. പച്ചമാങ്ങ ചില്ലി കാട്ടിയാണ്. എന്താ ഒന്ന് അള്ളാഹ് മേതായി അർച്ചിയ മാങ്ങാണോ? അർച്ചിന്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ല. എന്റെ ചെക്കന് വേണ്ടതൊക്കെ ചെക്കെടുക്കും. എങ്ങനെ തിന്നണേ ഈ മാങ്ങ തിന്നണ വൈബണ പോയി. ഇതാണ് പച്ചമാങ്ങ ചില്ലി. പച്ചമാങ്ങ ചില്ലി സർബത്താട്ടത്. ഇതിലെന്തൊക്കെയാ മെയിനായിട്ട് ഉണ്ടാവുക? വർഷ പച്ചമാങ്ങ ഒരു പച്ചമാങ്ങ റിയൽ പച്ചമാങ്ങ അതിന്റെ മറ്റേ പൾപ്പാണോ? പച്ചമാങ്ങ കുടിച്ചോ മൈക്ക് കുടിച്ചോ. ജിംഷാദിന് ഒന്ന് കൊടുത്തു നോക്കാം. ഇല്ലല്ല ഒരു സിപ്പ് ഒരു സിപ്പ് കണ്ണിക്ക് എരി കുത്തുന്നതായോ? കുറവാണല്ലോ എരു. കണക്കെന്താ പറ്റി? മുളകിന്റെ കണ്ട കിട്ടിയോ? കിട്ടില്ല സാധനം. സൂപ്പർ സാധനം. മധുരമാണ്. എനിക്ക് ഉപ്പ ഇഷ്ടം. അവിടുത്തെ രസം ഇടും. അതെത്രയാ? ആ മുളക് ഇട്ടാടേ. ആ സ്പെഷ്യൽ മുളക്. തന്നെ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ അടുത്തുക ആ കയ്യിലിരിക്കുന്ന കൊച്ചു അപ്പൂമൊത്ത് നല്ലൊരു ഷോ കാണാം. മുകളിൽ ഇരുന്നുണ്ടാണ് മക്കളെ. ഇവിടെ 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 അങ്ങനെ നമ്മള് മരണക്കിണറിലേക്ക് കയറാൻ വേണ്ടിട്ട് പോവാട്ടോ. നമ്മുടെ ചെക്കൻ ബോസ് പൊളിക്കണം, തകർക്കണം. സൂപ്പർ. നമുക്ക് കയറട്ടോ ഇതില. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് നിലമ്പൂർ പാട്ടിന് ഇവര് ലോറിയിൽ ഇങ്ങനത്തെ സാധനങ്ങൾ പീസ് പീസാക്കി കൊണ്ടുവന്നാണ് ഇവിടുന്ന് ഫിറ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ ആക്കലാട്ടോ. എന്നാലും എങ്ങനെയല്ലേ ഇത് ഒരു നൂലുമല നിക്കണം എന്തായാലും. ഇവര് ബൈക്കും കൊണ്ട് ഇതിൽ എങ്ങനെ കറങ്ങും കേട്ടോ. ആയി നമ്മളെ ചെറുക്കനാക്കണേ. ഒരു 10 രൂപ അടിക്കാ.
ചില്ലറ എത്ര അല്ലേ ആ കൊട്ട മതി കിട്ടുക കൊട്ട നിങ്ങളടുത്തുണ്ടോ അല്ല നിങ്ങൾക്ക് ഇപ്പൊ കൊട്ടം തരാ നോട്ടുണ്ടോ ഓക്കെ 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 ആ ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് കിട്ടിട്ടോ ആ 10 ഞാൻ പറഞ്ഞ ഈ 10 റുപ്യ ഓന് കൊടുക്കൂട്ടോ ഓന് ഇവിടെ വന്നേണ്ട് വാങ്ങും അത് കാണിച്ചാൽ നിങ്ങൾക്ക് ഓന് കുട്ടികളോട് തല മാറ്റാനാ പറയണത് പൈസ പോയി പോണം പോക്കോക്ക് കസാലം ഇരിക്കണ ഇരുന്ന് അങ്ങനെ പോണാക്കി അപ്പൊ ഇപ്പൊ സംഭവിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രയൽ റൺ ചെയ്യുന്നുണ്ട് ചെറുക്കൻ ഫുള്ള് പെർഫോമൻസ് ഒക്കെ നടത്തിക്കാണ്ട് ഇപ്പൊ പുറത്തേക്ക് പോയിക്കണം ഇനി ആൾക്കാരെ ഫുള്ള് ഇങ്ങോട്ട് കയറ്റി ഫുള്ളാണ് ഇവിടെ ഫുള്ള് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ ഈ മാരുതി കാറും ഈ ബുള്ളറ്റും കാര്യങ്ങളും ഒരു ഫുൾ എല്ലാരും കൂടി ഒരുമിച്ചൊരു പെർഫോമൻസ് ഉണ്ട് അതാണ് ഇനിയിപ്പോ നടക്കാൻ വേണ്ടിട്ട് പോണത് കേട്ടോ നമുക്കത് കാണാം അർഷ എവിടെ അർഷ CNG ബാലാനോട് ഇറക്കിയാലോ ജിംഷ CNG ബാലാനോട് ഇറക്കിയാലോ നീക്ക് പരിപാടി തുടങ്ങി മാരുതിക്കാരൻ ഡീസൽ കണ്ടൊക്കെ ഗ്ലാസ് പോയി തോന്നാൻ എന്താ വെച്ചാൽ എണ്ണ കഴിയുമ്പോൾ നിർത്തണ പരിപാടി എല്ലാരും വണ്ടി ഓഫ് ആവേണ്ട അടിക്ക് എത്തുമ്പോത്തിന് ആക്സിലേറ്റർ കച്ചുമേ ലോക്കാക്കി ഇടണോല്ലേ ആ പോവാ ഇനി അടുത്ത റൈഡ് കോട്ടെ നമുക്ക് ഇത് കണ്ടിട്ട് ആകെ ചെവിയൊക്കെ ആകെ മറ്റേ ബുള്ളറ്റിന്റെ RS100 ഒച്ചോണ്ട് മയങ്ങി ഉണ്ട് ചെവി ആകെ പെരിങ്ങലില്ലേ അടുത്തയില്ല അത് തോണി പേടിനക്ക് ബാക്കിൽ നീച്ചു വരും നീച്ചക്കും എന്നാ വാ അടുത്ത തോണി പോവാ നമുക്ക് തോണി പോവാ Bhai, super. Thanks, bhai. When you start learning this? ഇവിടെ UP ഉത്തർ പ്രദേശിലെ ഇവിടെ. ഉത്തർപ്രദേശിലെ? yes, ഉത്തർ പ്രദേശ്. എപ്പോഴാ പഠിച്ചത് ഇത്? ഇവിടെ ഇത് ബാലൻസ് ഉണ്ട് ഇവിടെ. ഇത് വണ്ടി ബാലൻസ് ഉണ്ട് ഇവിടെ. വയസ്സ്. ഏജ് 28 ഇവിടെ. 28. സൂപ്പർ ബൈ. അപ്പൊ നമ്മളെ മരണക്കിണർ പരിപാടി കഴിഞ്ഞു നമ്മളെ തോണി കയറാൻ വേണ്ടിട്ട് പോട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല? ഓ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ സുഹൃത്താണ്. എന്നാ പോവാ.
അങ്ങനെ നമ്മളിതാ തോണിന്റെ ടിക്കറ്റ് എടുത്തിട്ടോ. അർച്ചി പണ്ട് അല്ലേ പറയണ്ടല്ലേ പറയണ്ടല്ലോ. അർച്ചിനെ പേടിപ്പിച്ചാനൊരു കാരണം കൂടി കിട്ടിപ്പോ. ഇനിയിപ്പോ ഇതും പറഞ്ഞ് പേടിപ്പിച്ച നമുക്ക് കുറെ കാലം. അർച്ചി അറിയാതെ അവന്റെ പണ്ടത്തെ ഒരു കഥ നമ്മള് വെളിപ്പെടുത്തി. പക്ഷെ അത് ഇതിന് പറയണില്ല അല്ലേ. അർച്ചി മനസ്സിൽ വിചാരിക്കണം എന്താ ഈ നായ്ക്കളോടാണല്ലോ ഞാനിത് പറഞ്ഞത് നഗരം. ഈ വ്ളോഗ് വന്നതിന് ശേഷം ഇവരോട് ഒന്നും സത്യങ്ങളല്ല നമ്മളെ വ്ളോഗ് വന്നതിന് ശേഷം ഇവരുടെ സത്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ വയ്യ. നമ്മളെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പുറമേലുള്ള ആൾക്കാരോട് നമ്മളൊരു ജീവിക്ക്, ബാക്കിയുള്ളവർ അവർക്ക് വേണ്ടി ജീവിക്കട്ടെ. അർമാനെ നീ നിനക്ക് വേണ്ടി ജീവിക്ക്. നമ്മളെല്ലാവരും ഫ്രണ്ട്സിനോടൊക്കെ നമ്മളെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനോട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യില്ലേ, അതേപോലെ അവരോട് ഷെയർ ചെയ്താൽ ഇവര് പിറ്റേ ദിവസം ബ്ലോഗില് ഞാനേ മറ്റേ പറയട്ടെ, ഞാൻ അത് പറയട്ടെ, ഇത് പറയട്ടെ, ആ മേളിൽ കയറിയല്ല കൂക്കണേ, അങ്ങനെ ഒരു ഇതുണ്ടോ? അതിന്റെ കയറി കൂക്കണമെന്നല്ലേ? മേളിൽ കയറിയ കൂക്കല് പേടിക്കണോലാണ് മേലെ കയറിയ കൂക്ക. നീ കൂക്കും, അത് ഞാൻ കാണിച്ചറാ. നമ്മൾ മൂന്നാൾക്കാർ ബാക്കിലിരിക്കും. ആ മൂന്നാളും ബാക്കിലിരിക്കും. പക്ഷേ ഈ ഹൈറ്റിൽ പൊന്തുമ്പോ പേടി ഉണ്ടാവില്ല. പേടില്ല, തീരെ പേടില്ല. നമ്മൾ എത്ര കണ്ടതാ? ഞാൻ ചെറുതായ മുതലേ ഇവിടെ നൽകുപാടുണ്ട്. ജനിച്ചതന്നെ പെടുന്ന അങ്ങനല്ല, ജനിച്ചല്ല, ഞാൻ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ വാശി പിടിച്ച് നൽകുപാട്ടിന് വരുവിന്. ഞാനും വന്നിന്. പക്ഷെ എനിക്ക് ചെറിയ പേടിണ്ടേനി. ഇന്നലത്തോടെ മാറി. കാണിച്ചരാ വാ. ഇത് പഴയ തോണിയല്ലേ മുത്തേ, വാ. അതല്ല വേക്ക് പിടിച്ചിക്കാൻ പറഞ്ഞത്. ചെറിയൊരു പായം നേർച്ചി, ചെറിയൊരു പായം. എനിക്ക് ഭയല്ല, പക്ഷെ ഇങ്ങനെ പറഞ്ഞിതാക്കുമല്ലോ, അപ്പൊ എന്തോ ഒരു ജിംഷാന്റെ ഇന്റർവ്യൂ നമുക്ക് പേടിയില്ലല്ലോ. എനിക്ക് ജിംഷാനും തീരെ പേടില്ല. പക്ഷേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ വന്നിട്ട് എല്ലാത്തിന്റെ മുക്കുമൂലി പഠിച്ചെടുത്ത് ഞങ്ങള്. ഇന്നലെ എനിക്കൊരു കാര്യം അറിയോ, ഞങ്ങൾ ഇന്നലെ ഒരു വട്ടം കയറി, പിന്നെ ഒരു 500 എടുത്ത് 2 വട്ടം നിന്ന്, പിന്നെ 500 എടുത്ത് 2 വട്ടം നിന്ന്, 5 വട്ടം നിന്നോടെ ഇറങ്ങിയില്ല. ഇന്ന് ആ ക്ലീനറിന് പൈസ കൊടുത്ത് അവിടെ തന്നെ നിന്ന്. അപ്പൊ ഇന്നലെ 3 പ്രാവശ്യത്തേക്ക് കയറിയോ? ഇല്ല, അവിടെ ഇരുന്നു മൊത്തം 5 പ്രാവശ്യം ഇറങ്ങാതെ അവിടെ ഇരുന്നു. ആ ചങ്ങായി വരും, ഇറങ്ങണില്ല ചോദിച്ചും, 500 ഉറുപ്പിക എടുക്കും. പിന്നെ വന്ന് ചോദിക്കും ബാലൻസ് വേണോ ചോദിക്കും, വേണ്ട വെച്ചോളി, പിന്നെ കാണും. തോണി എത്ര ഹൈറ്റ് പോകും നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചറാ. ഇതാ ഇങ്ങനെ നിക്കേണ്ടി വരും. 90 ഡിഗ്രി ഉണ്ടോ? 90 ഡിഗ്രി ഉണ്ട്. പേടിണ്ടോ? അരച്ച് ചെറിയൊരു പേടി ഉണ്ട് ഇതൊക്കെ. കിട്ടില്ല, ഒരു രക്ഷയില്ല. നമ്മളെങ്ങനെയാണ് നിക്ക? ആ കമ്പി ഉണ്ടോ അതിന്റെ നേരെ ഇങ്ങനെ ഇങ്ങനെ 90 ഡിഗ്രി. അപ്പൊ അർഷി തോണി 90 ഡിഗ്രി ചെരിന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ പേടിച്ചിട്ടോ. നിലമ്പൂരങ്ങാടിയിൽ ജനിച്ച് വളർന്ന് ഇവിടെ നിലമ്പൂർ പാട്ടൊക്കെ കണ്ട് തയകിച്ചു എന്നാ പറഞ്ഞത്. പേടിണ്ടോ? പേടില്ല. അപ്പൊ ഈ വരിയിൽ നിന്നാൽ എല്ലാവരും തോണി കയറി, നമ്മള് മാത്രം തോണി കയറില്ല. എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് അറ്റത്തിനാണ് ഇവിടെ ഡിമാൻഡ് അല്ലേ? അതെ, അറ്റത്തേക്ക് ഡിമാൻഡ്. അപ്പൊ നിങ്ങൾ ഏതറ്റാണ് ഇപ്പൊ തീരുമാനിച്ചത്? ഞങ്ങൾ ഈ അറ്റോ. ആരാണ് പേടിച്ചാക്കാൻ നമുക്ക് നോക്കാം. നിങ്ങൾ എവിടുന്നാണ്? എരുമുണ്ട. ഞാൻ പഠിച്ചോടെ അവിടെ മീശൊന്നുമില്ലല്ലോ എനിക്കന്ന്. ഇപ്പൊ കട്ടി മീശൊക്കെ വെച്ച്. അതെ അതെ. അപ്പൊ ഞങ്ങള് മൂലയൊക്കെ വേണ്ടിട്ടില്ല അടിയട്ടോ ഇവിടെ. ഇനി ഓല കയറ്റണ്ട. നിങ്ങള് മൂലക്കാണോ? മൂലക്കാണ്. നിങ്ങൾ അടുത്ത റൗണ്ട് അല്ല, ഇവലാ മൂല, ഞങ്ങൾ ഈ മൂല. ആ അത് പറ്റൂല. ചെറുക്കന്മാരെ ഓട്ടത്തിനുണ്ടോന്നൊക്കെ. പണ്ടത്തെ ഞാനാണെങ്കിൽ ഓടിയ കിട്ടൂലേ മക്കളെ. നിങ്ങളേ ഇടോർ തുറന്നൊക്കെ ഓടിക്കൊണ്ടോ. ചെറുക്കന്മാരെ ഓടല്ലോ ഇവിടെയാ. ഓലാ സൈഡാ. അരച്ച് പേടിച്ചു. എന്താ പറ, ഇത് സീരാ. എവിടെ മൂലൊക്കെ നിക്കൂലേ? പക്ഷെ അന്ന് ഇത്ര ഇതില്ല കേട്ടോ. ഇന്നൊക്കെ നമ്മളെ മൂലൊക്കെ വേണമെങ്കിൽ 4-5 റൗണ്ട് ഒരുമിച്ച് നിൽക്കും. റെഡിയാണോ?
ഫസ്റ്റിലൊന്ന് പോയോക്കെ എന്നിട്ട് നോക്കാം ബാക്കിയുള്ളത്. ബസ്സിന് ഒരു ജീവൻ ബാക്കിയുണ്ടെങ്കിൽ മാത്രം ബാക്കിയിലേക്ക് കയറല്ലേ. കഴിഞ്ഞു നീ അവിടുത്തെ നമ്മളാ ഓർഡർ ഇട്ടേക്കോട്ടോ. പോരണ്ടോ ഇപ്പൊ കഴിഞ്ഞു വിചാരിച്ചു പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇതിന്റെ ഡബിൾ ഇപ്പൊ തുടങ്ങും. നമ്മക്ക് പേടില്ല. പോയിട്ടോ അർച്ച. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ചോ? അല്ല വീഡിയോ ഉണ്ടല്ലേ. അപ്പൊ നേരത്തെ വീഡിയോ ഒക്കെ എന്താ സംഭവിച്ചു വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കേണ്ട ഇടയിൽ കൈ ഒരു ബട്ടണുമ്പോ തട്ടിയാണ്ട് വീഡിയോ ഓഫ് ആയിട്ടോ. പക്ഷെ അർച്ച പേടിച്ച കുറെ വിഷ്വൽസ് കിട്ടിക്കണെന്ന് തോന്നുന്നു. നോക്കി നോക്കാം നമുക്ക്. അർച്ച പേടിച്ചിക്കണോ? പേടിച്ചിട്ടില്ല? പേടിച്ചിട്ടേ ഞാൻ ഇരിക്കും, എനിക്ക് പേടിയില്ല. ഒരു വട്ടം ചെയ്ത ധൈര്യം പേര് ഒരു ദമ്മില്ല. ഇല്ല ഓനെ പേടിച്ചേ. നമ്മളെവിടെ പേടിച്ചു? നമ്മള് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് പോയിന്. നിങ്ങളെ ആർക്കലൊക്കെ കേട്ടില്ല അവിടെ നിന്ന്. ആ എന്നാ കുഴപ്പമില്ല. അർഷ ഒന്നുകൂടി കയറണ്ടോ? ഒന്നുകൂടി ഞാൻ കയ്യില് കയറാം. അതൊരു രസമല്ലടാ. ഞാൻ ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞോ നമ്മളെ ഏന്തോറഞ്ഞാലിൽ കയറാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ ജിംഷോ എന്ത് ചെയ്തിങ്ങനെ ഏന്തോറഞ്ഞാലിൽ കയറിയാണ്. എങ്ങനെയുണ്ട് ജിംഷോ എക്സ്പീരിയൻസ്? പോരാ. ഒന്നാമതെന്താ വെച്ചാൽ ഇതില് ഒരു 6 വട്ടം കയറിയാണ്ട് അതില് കയറിന്. ഇതിന്റെ എഫക്റ്റിന്റെ അത്ര ഒരു ശതമാനം പോലും അതില്ല. ജസ്റ്റ് വെറുതെ ഇങ്ങനെ കറങ്ങാന്നല്ലാതെ അത് പൊളിക്കോ. അപ്പൊ നമ്മള് എന്താണ് ഈ ആന്ത്രോഞ്ഞാലി കയറുന്നതിന് പകരം ഒന്നുകൂടി തോണി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ ഗൂഗിൾ പേ എടുക്കൂല. അപ്പൊ കയ്യിൽ പൈസ വേണം. അല്ല നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം. ആരോട്? നമുക്ക് ഇത് ട്രൈ ചെയ്താലോ? അർച്ചേ ഇത് നമുക്ക് ട്രൈ ചെയ്ത് ലാസ്റ്റ് പോകാൻ നേരത്തെ ഒന്നുകൂടി തോണിയിലുണ്ട് കയറാം. അങ്ങനെ കേട്ടാ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര 7 റിങ് തരും. 7 റിങ് നമ്മളെ കൈ തരും. അതിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിലിടണം. എന്നാൽ നമുക്ക് ആ സാധനം സമ്മാനമായിട്ട് തരും. അർഷയാണ് നമ്മൾ ഇന്നത്തെ റിംഗ് മാസ്റ്റർ കേട്ടോ. അർഷ എന്താണ് എന്ത് മക്കളെ ചുണ്ണം വെക്കാൻ വേണ്ടിട്ട് പോണത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ജിംഷ അനക്കെന്താ വേണ്ടേ? എനിക്ക് ഹോർലിക്സ്. എനിക്ക് ഹോർലിക്സ്. അപ്പൊ നമുക്ക് 3 ഹോർലിക്സ് ആണ് വേണ്ടേ? ഹോർലിക്സ് നമുക്ക് അറിയാം. അങ്ങോട്ടിട്ടാലോ ചേരിച്ചിട്ട് ഒന്ന് ആരാ? ഒന്ന് ജിംഷ കൂടി. അതേ ആരാ? ജിംഷാറ് എന്റെ ടൈമ നിന്നിക്കണേ ബോർഡുമേ സംബന്ധം വെച്ചാൽ
ഒരു ഉന്നതം കിട്ടണില്ല. അതെ, പിന്നെ അതുമല്ല എണ്ണ ചിക്കനുണ്ട്. എണ്ണ ചിക്കൻ എന്താ ഉപയോഗിക്കാം? എണ്ണല്ല, ഇത് മറ്റേ എന്താണ് പോളിസ്റ്റർ തുണിയാണ്. വൈക്ക് പോവാ പോളിസ്റ്റർ തുണി. അപ്പൊ നിലമ്പൂർ പാട്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യൂല. അപ്പൊ എല്ലാവരും ക്യാഷ് ഇൻ ഹാൻഡാണ് വാങ്ങണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഏന്ത്രൂഞ്ഞാലിലേക്ക് പകരം നമ്മള് അർഷിയുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യാണ്, തോണിയിലേക്ക് ഒന്നുകൂടെ കയറാൻ വേണ്ടിട്ട് പോവാണ്. അർഷിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ തോണിയുടെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് തോണിക്ക് ഏന്ത്രൂഞ്ഞാലിക്ക് പകരം ഒന്നുകൂടി കയറാൻ വേണ്ടിട്ട് പോവാ. അല്ലേ, ഇൻട്രസ്റ്റിംഗ് ആണോ? എന്നാ ഒരു 3 എണ്ണം. ഇന്നാരും വന്നില്ലേ? അവർക്ക് ടിക്കറ്റ് ഇട്ടോ? 3 എണ്ണം. മൂല പോയിട്ടാ. മൂല തരുമോ? എടാ ഞമ്മളെ ടീംസ് പിന്നെ കമ്പം കയറിക്കണ്ടോ? അവിടെ തരുമോ? സ്ഥലം തരുമോ? ബായ്, ഞങ്ങൾക്ക് മൂല മതി. കോർണർ. മിക്കവാറും നമ്മൾ 3 ആളെ ആടേണ്ടി വരും അടുത്തേല്. ഇവിടെ ആളില്ല. ജിംഷാദ് ചെറുക്കന്മാരുടെ ഇടയിൽ ഇടം പിടിച്ചു. അർസ് ഇവിടെ 2ാം റൗണ്ട് പേടിച്ചിരുന്നു കേട്ടോ. പേടില്ലല്ലോ. നമ്മുടെ കൂടെ ഒരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. സിദാൻ എൻ്റെ കൂടെ +2 പഠിച്ച എൻ്റെ കൂട്ടുകാരനാണ്. സിദാൻ പേടിണ്ടോ? ഒരു പേടിയില്ല. എല്ലാവരും മുഖം ഞാൻ അതിൽ ഒപ്പിയെടുക്കും. ജിംഷാദ് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണ്ടോ, ഇങ്ങനെല്ലാം നിൽക്കേണ്ടത് കുറെ ഫുൾ മെയിനാണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നടുവിൽ ആളുണ്ടാവില്ല തോണിയിൽ ഫുള്ള അറ്റത്തും ഈ അറ്റത്തും നടുവിൽ കാലി. എല്ലാവർക്കും അറ്റാണ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ അതേമാതിരി പുറത്ത് തോണി പോണതും നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും കുറേ. ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ തോണി കയറാൻ പേടിച്ചിരിക്കണോലേ കാരോ. അതായത് ബാക്കിയുള്ള പോലെ കയറുന്നത് അഭിപ്രായം പറഞ്ഞ് കുറ്റവും കുറവും പറഞ്ഞ് ഇങ്ങനെ നിൽക്കണോലേ കാരത്. പേടിച്ചാണെങ്കിൽ ഇങ്ങനെ നിൽക്കും. അർച്ച പേടില്ലല്ലേ? നമ്മുടെ ഡ്രൈവറാക്കണം. അർച്ച പേടിച്ചു എന്ന് പറഞ്ഞു. പേടില്ലാത്ത അർസി. ജിംഷാദിനെ കുട്ടികളിൽ മെയിനാണ് ജിംഷാദ് തന്നെ വേണം. ബ്രേക്ക് കുടിച്ചിട്ടോ. കണ്ണൊക്കെ കലങ്ങിക്കണം എന്തായാലും. എൻ്റെ ഇരിക്കുമ്പോ സീനാണ്, നിൽക്കുമ്പോ സീനില്ല എന്നാണ് അർഷി പറയുന്നത്. ജിംസ് അങ്ങനെ കുട്ടികളുടെ മെയിൻ ആവാൻ ഒരു എക്സ്പ്രഷൻ ഇടാതെ. ഇവിടെ മോട്ടർ ടീം കേട്ടോ. പൈസ ഗെയിം ഏതാ? നമ്മളെ ഗെയിം സാറേ ബാക്കിയുള്ള അടിച്ചല്ലോ. കുടുംബം കാണുന്നു. കാക്കക്ക് ഒരടി കിട്ടി.
കയറിയാലോ? ഗൂഗിൾ പേ ഉണ്ടോ? എന്നാ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. എന്നാ കാട്ടി കാണി, ഞാൻ വന്നിട്ടോട്ടെ. ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെ പിടിച്ചാ മതിയോ? നിങ്ങള് മുന്നിന്ന് ആരൊക്കെ മാറുന്നാണ്? റീട്രൈ എവിടെ? ആ ഇവിടെയാണോ? ആ ഓക്കെ. മുന്നിൽ നിൽക്കുന്ന ബാബുമോനും ഓന അവിടെയാണ്, അങ്ങോട്ട് പോകണോ? ഇങ്ങോട്ട് വരൂലേ? കളി തുടങ്ങിയിട്ടില്ല, കുറെ പരിപാടികൾ. ഓക്കെ. ഗാലറിയിലൊക്കെ ആൾക്കാരുണ്ടോ? തിരിഞ്ഞിങ്ങനെ കാട്ടല്ലേ? ഏയ് വാ വാ വാ. അടി തുടങ്ങണില്ലട്ടോ. കയ്യാട്ടടിച്ച ചങ്ങായി. അതിനിവിടെ ഏരിയ കഴിഞ്ഞേ. ആ ഓനോക്കോട്ടായി. ഓനോക്കോട്ടായി. ഇഞ്ഞൊരു ഗൂഗിൾ പേ അടിക്കേ. ശരിക്കും ഒരു ഫൈറ്റ് കഴിഞ്ഞാരി ബോക്സിംഗ് ആണ്. ശരിക്കുള്ള ഫൈറ്റ് ആണതേ. എങ്ങനെയുണ്ട് പെർഫോമൻസ്? എങ്ങനെയുണ്ട്? ജിംഷ അർഷിക മൂടായി പറഞ്ഞു. അർഷി ഒന്ന് ട്രൈ ചെയ്യാൻ പോട്ടോ. ഇല്ല ഇജും ട്രൈ ചെയ്യും, ജിംഷോൺ ട്രൈ ചെയ്യും. അർഷി ട്രൈ ചെയ്ത് ട്രൈ ചെയ്യോ? ഓക്കെ. അർഷി ട്രൈ ചെയ്ത ജിംഷോൺ ട്രൈ ചെയ്യുന്ന പറഞ്ഞതാ. സെറ്റല്ലേ? അടുത്ത അർഷി. നിലത്ത് വീണാൻ അടിച്ചാൽ പാടില്ല ബോക്സിങ്ങില്. ഞാൻ അർച്ചി 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 വാ ഇതിട്ടാ
പ്രശ്നം നാളെ വരും ഒറ്റ ഒന്ന് ലാസ്റ്റ് ട്രൈ ഒറ്റ ട്രൈ ബനി ആഗ്രഹിച്ചു പോയി ആഗ്രഹത്തോടെ വരുമ്പോ ഇല്ലല്ല ഒരു ട്രൈ കൂടെ ഞങ്ങൾക്ക് തരാറുണ്ട് ഇതാണ് നമ്മളെ ഗെയിം കേട്ടോ കാക്ക ബൗണ്ടർ എന്താ വലിപ്പം കൂട്ടുണ്ട് അങ്ങനെ നമ്മളെ ഗെയിം സെറ്റ് ആയിട്ടോ അർഷിന്റെ തലയിൽ വെച്ചെടുത്തേ ഇനി അർഷിയുടെ ഫൈറ്റ് അർഷ റെഡി അല്ലേ ആ മുട്ടി 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 അടി 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 ആ അടി അടങ്ങി അടി അടങ്ങി അടി അടങ്ങി നോക്കോട്ടെ തോറ്റ് എക്സ്പീരിയൻസ് പറയേ അടിപൊളിയല്ലേ അപ്പോൾ അതാ ഇന്നത്തെ നിലമ്പൂർ പാട്ടിലെ നായാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഓംലെറ്റും ചായ എന്തെങ്കിലും കുടിച്ചാണ് കോഴിക്കോട് പോകാൻ നോക്കട്ടെ അല്ലേ. കോഴിക്കോട് പോയി അവിടെ കുറച്ച് ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് പ്രിയതമകളും പ്രിയതമികളും നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ജനുവരി 30 വേണ്ടല്ലേ, ജനുവരി 30 നമ്മളിപ്പോൾ റിവീൽ ചെയ്യണ്ട വേണ്ട. അപ്പോൾ നമ്മളുടെ ഈ വ്ളോഗ് കണ്ട എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ ഇനി നമ്മളുടെ വ്ളോഗുകൾ വെറുതെ ഓരോന്നും പറയല്ലേ, ഇനി ഞാൻ ഇന്റേതാണെന്ന് വിചാരിച്ചല്ല. ജിംഷാൻ്റെ അല്ല കേട്ടോ, ജിംഷാൻ്റെ അല്ല അർഷിൻ അനക്കൊക്കെ പെണ്ണുണ്ടാ. അപ്പോൾ നമ്മളുടെ എന്താണ് ഈ വ്ളോഗ് കണ്ട എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നമ്മളുടെ ഇനിയുള്ള വ്ളോഗുകൾ വരുമ്പോഴേക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ.